നമസ്കാരം. തിരുമന്ത്രമാല 34ാമത് മന്ത്രം. ആറ്റുകിലാവഴിയാവതും ഇറൈവനെ പോറ്റുമിൻ പോറ്റി പുകഴുമിൻ പുകഴ്ந்திടിൻ മേറ്റിജൈ കിഴക്ക് ദിജൈയൊട്ടൊടു മാറ്റുവനപ്പടി ആട്ടമുമാമേ. ഈശനെ ഇടതടവില്ലാതെ സ്തുതി ചെയ്തു പോന്നാൽ ശിരസിൻ്റെ വലതുവശത്തായി കമഴ്ന്നിരിക്കുന്ന അഷ്ടദള കമലത്തെ ഉയർത്തി ഊർധ്വമുഖമാക്കി നമ്മെ ജ്ഞാനവൽക്കരിക്കുന്നതാണ് എന്നർത്ഥം. കപാല ഗുഹയിൽ സൂര്യപ്രഭയ്ക്കു തുല്യമായ പ്രഭാബീജികൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ഉണ്ട്. ഇവിടെ നിന്നുമാണ് അമൃത സുധാധാര പ്രവഹിക്കുന്നത്. മൂലാധാരസ്ഥിതമായ കുണ്ടലിനി ശക്തി ഇവിടെ എത്തുമ്പോൾ അമൃതപ്രവാഹം ഉണ്ടാകുന്നു എന്ന് യോഗികൾ. ഇത് 8 ദളങ്ങളുള്ള താമരമുട്ടിൻ്റെ ആകൃതിയിലാണെന്നും സാധാരണയായി ഇത് തലകീഴായി കിടക്കുന്നുവെന്നും പറയപ്പെടുന്നു. ജാഗ്രതാവസ്ഥയിൽ ശരീരസന്ധാരണത്തിന് ഈ ഗ്രന്ഥി പ്രാപ്തമായി നിൽക്കുന്നു. നിദ്രയ്ക്കും ഉണർവിനും ഈ ഗ്രന്ഥി സാക്ഷിയാവുന്നു. മഹായോഗികൾക്ക് ഈ ഗ്രന്ഥി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു. അപ്രകാരം ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഈ ഗ്രന്ഥി മഞ്ഞ നിറത്തിലുള്ള പ്രഭാകിരണങ്ങൾ പുറപ്പെടുവിക്കുന്നു. എന്നാൽ സാധകൻ്റെ മനോമണ്ഡല സംഘാതത്താൽ വർണ്ണങ്ങൾ മാരിവില്ലുപോലെ കാണപ്പെടുന്നു. സത്വഗുണരൂപമായ സ്ഥാനമാണിത്. പഞ്ചഭൂതങ്ങളുടെ പ്രതിപ്രവർത്തനം നടത്തപ്പെടുന്നതും ഈ മണ്ഡലത്തിൻ്റെ പ്രഭാവത്താലാണ്. ഷഡാധാരങ്ങളുടെയും പൂർണ്ണ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മണ്ഡലത്തിൻ്റെ രഹസ്യം അറിഞ്ഞ് അനുഭവിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ഈ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടദളത്തിൽ ജീവാത്മാവായ ജ്യോതിസ്വരൂപം അണുരൂപമായി വസിക്കുന്നു. സകലതും അതിലടങ്ങുന്നു, സകലതും അത് ചെയ്യുന്നു. സകലതിൻ്റെയും കർത്താവും ഭോക്താവും അതുതന്നെ. ഈ കമലത്തിൻ്റെ അഷ്ടദളങ്ങളെ പരിശോധിച്ചാൽ അത് അതിൻ്റെ പൂർവ്വദളത്തിൽ ബോധസ്വരൂപം പ്രഭാവം ചെലുത്തുമ്പോൾ അത് വെളുത്ത പ്രഭയാൽ അലംകൃതമാവുകയും ഭക്തിയിലും ധർമ്മത്തിലും ബുദ്ധി ശ്രദ്ധ പതിക്കുകയും ചെയ്യുന്നു. ആഗ്നേയ ദിക്കിൽ വസിക്കുമ്പോൾ ശ്വേതനിറം പ്രാപിക്കുകയും ബുദ്ധി നിദ്രയിലും ആലസ്യത്തിലും പെടുകയും ചെയ്യുന്നു. വലതു ദളത്തിൽ പ്രവർത്തിക്കുമ്പോൾ കൃഷ്ണവർണ്ണം പ്രാപിക്കുകയും ദോഷകോപങ്ങളിൽ ബുദ്ധി നിപതിക്കുകയും ചെയ്യുന്നു. ഇനി നിര്യതി ദിക്കിൽ നീലവർണ്ണത്തിൽ പ്രോജ്വലിക്കുമ്പോൾ പാപകർമ്മങ്ങൾക്കും പ്രേരകമാവുന്നു. പശ്ചിമ ദിക്കിൽ പ്രകാശമാനമാവുമ്പോൾ സ്ഫടികവർണ്ണം പ്രാപിക്കുകയും ബുദ്ധി ക്രീഡാവിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വായുകോണിൽ മാണിക്യ തുല്യമായ പ്രഭയാണ്. ദളം പ്രകാശമാനമാവുമ്പോൾ വൈരാഗ്യാദികളിലേക്ക് ബുദ്ധി പ്രവഹിക്കുന്നു. വടക്കുവശം പീതവർണ്ണോജ്വലമാവുന്നു. ഈ സമയം ശൃംഗാരഭാവത്തിലേക്ക് ബുദ്ധി പ്രസരണം നടത്തുന്നു. ഇനി ഈശാനകോണിൽ വൈഡൂര്യതുല്യമായ ദളത്തിൽ വസിക്കുമ്പോൾ ദയ, അനുകമ്പ തുടങ്ങിയവയിൽ ബുദ്ധി പ്രഭാവം കേന്ദ്രീകൃതമാവുന്നു. എന്നാൽ നിരന്തരമായ ഈശ്വരീയ ചിന്തയാലും യോഗ ധ്യാനാദികളാലും ഈ കമിഴ്ന്നു നിൽക്കുന്ന അഷ്ടദളം ഊർധ്വമുഖമായാൽ മേൽപ്പറഞ്ഞ ബന്ധനാവസ്ഥകളിൽ നിന്നും ബോധം വ്യതിചലിച്ച് സാധകനെ ജ്ഞാനിയാക്കി മാറ്റുന്നുവെന്ന് സാരം. ഇനി അടുത്ത മന്ത്രത്തിലേക്ക് കടന്നാൽ
அப்பனை நந்தியை ஆரா அமுத்தனை ஒப்புலி வள்ளலை ஊழி முதல்வனை எப்பரிജു ആയിനും എത്തുമിൻ ഏത്തിനാൻ അപ്പരിജു ഈജൻ അരുൾ പെറലാമേ. അമൃത നിലയാർന്ന എൻ ദേവനെ, ഭൂമിക്ക് ഉടയവനെ, അവിടുത്തെ വണങ്ങി നിന്നാൽ എല്ലായ്പ്പോഴും ഇടവിടാതെ സ്തുതിച്ചു നിന്നീടിൽ അവിടേക്ക് ചെന്ന് ചേർന്നിടാം എന്ന് മന്ത്രാർത്ഥം. ഇനി അടുത്തത്. നാനും നിன்று ഏത്തുവൻ നാൾ തോറും നന്ദിயை താനും നിன்றாൽ തഴൽ താൻ ഒക്കും മേനിയൻ വാനിൽ നിன்று ആർ മതിപോൽ ഉടൻ ഉള്ളുവന്തു ഊനിൽ നിன்று ആങ്കെ ഉയർകിൻ്റവാറേ. ദിനം തോറും വണങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഉള്ളിൽ അങ്ങ് പ്രകാശരൂപമായി നിറഞ്ഞു നിൽക്കുന്നു. ആകാശത്ത് ഉദിച്ച് ഉയർന്നു നിൽക്കുന്ന ചന്ദ്രിക പോലെ എൻ്റെ ഉള്ളിൽ സദാ ജീവചൈതന്യമായി പടർന്നു നിൽക്കുന്നു. അതിസൂക്ഷ്മരൂപത്തിൽ ഈ ജീവചൈതന്യം നാഡീപന്താവുകളിൽ കൂടി പ്രവഹിച്ച് ശരീരത്തിലെ സകല കാര്യങ്ങളും നടത്തിപ്പോരുന്നു. ആധാര ചക്രങ്ങളിൽ നിന്നും ശരീരമാകെ നിലകൊള്ളുന്ന ഉപനാഡികളിലേക്ക് ഇടവിടാതെ ഈ ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും ചയാപചയ പ്രവർത്തനം നടത്തപ്പെടുന്നത് അതിനുള്ള ഊർജം ഈ ആധാര ചക്രങ്ങളിൽ നിന്നുമാണ് ലഭ്യമാവുന്നതും. ശരീരത്തിലും പ്രപഞ്ചത്തിലും വ്യാപരിച്ചിരിക്കുന്ന ശക്തികളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. നാം ആഗ്രഹിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ രസധാതുക്കളും മലമൂത്ര വിസർജനാദികളുമാക്കി മാറ്റുന്ന ശക്തിയെ ശാരീരികമായ ഏത് ശക്തിയുടെ പ്രഭാവത്താൽ ഈ പ്രപഞ്ചമെല്ലാം ഉരുത്തിരിഞ്ഞിരിക്കുന്നുവോ ആ ശക്തിയെ ബ്രഹ്മാണ്ടത്തിലുള്ള ക്രിയാശക്തി എന്നും പറയുന്നു. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അതാത് വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ശക്തിക്ക് ജ്ഞാനശക്തിയെന്നും, കർമ്മബന്ധങ്ങളെയും സംസാര ബന്ധങ്ങളെയും നശിപ്പിക്കുന്ന ആ മഹാജ്ഞാനശക്തിക്ക് പ്രപഞ്ചജ്ഞാനശക്തി എന്നും പറയപ്പെടുന്നു. നമ്മുടെ ഇച്ഛ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിക്ക് ഇച്ഛാശക്തി എന്നും, സൂര്യചന്ദ്രന്മാർ, സമുദ്രം, പ്രകൃതി പ്രതിഭാസങ്ങൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകത്തിന് പ്രാപഞ്ചിക ഇച്ഛാശക്തി എന്നും പറയപ്പെടുന്നു. പിണ്ഡാണ്ഡത്തെയും ബ്രഹ്മാണ്ഡത്തിൻ്റെയും പ്രവർത്തനക്ഷമത ഈ മൂന്ന് ശക്തികളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മൂന്ന് ശക്തികളുടെയും ആധാര ഭൂമികയാണ് കുണ്ഡലിനി ശക്തി. ജീവശക്തിയും ഇതുതന്നെ. എന്നാൽ ജ്ഞാനേന്ദ്രിയ സംബന്ധമായ നാഡികളുടെയെല്ലാം കേന്ദ്രം മസ്തിഷ്കവുമാകുന്നു. അതുകൊണ്ട് തന്നെ ക്രിയാശക്തികളുടെയെല്ലാം കേന്ദ്രവും ഇതുതന്നെ ജ്ഞാനലോകവും ജ്യോതിർമയ ലോകവും സഹസ്രദള പത്മവും. ജ്യോതിർമയ ലോകം ആയതിനാൽ ഇതിനെ ചന്ദ്രമണ്ഡലമെന്നും നിർവചിക്കപ്പെടുന്നു. മുമ്പ് പറഞ്ഞിരുന്ന ഇച്ഛാക്രിയ ജ്ഞാന ശക്തികൾക്കപ്പുറം കടന്നുള്ള രണ്ട് ശക്തികൾ ആണ് ചിതിശക്തിയും ആനന്ദശക്തിയും. ചിതിശക്തിയുടെ പ്രഭാവത്താൽ ആനന്ദത്തിൽ അലിയുകയെന്നതാണ് ജീവാത്മ ലക്ഷ്യവും. തിരുമന്ത്രത്തിലൂടെ നമുക്കും ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാം. അതിന് നമ്മൾ സ്വയം തയ്യാറാകേണ്ടതുണ്ടെന്ന് മാത്രം.
ശേഷം അടുത്തതിൽ. നമസ്കാരം.